1983 സൗദി അറേബ്യയിൽ വെച്ച് അവിടെ കുറച്ചു കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബുക്ക് ബൈൻഡിങ്ങിൻ്റെ ജോലി അവിടുന്ന് പഠിച്ചു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു മഹാനായ ഒരു സയ്യിദ് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹളറമിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ ഗ്രന്ഥങ്ങൾ ബൈൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ആ സമയത്ത് ആ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും റോഡിൽ നിന്ന് അവിടുന്നും ഇവിടുന്നൊക്കെ കിട്ടിയ കഷ്ണങ്ങൾ, ചെറിയ ബുക്കുകൾ, കിതാബുകളൊക്കെ കാണും. അതിലൊക്കെ പല രഹസ്യങ്ങളും പല കാര്യമായ വിഷയങ്ങളും ഉള്ള ഈ കഷ്ണങ്ങളായിരിക്കും അയാൾ കൊണ്ടുവരുന്നത്. ജീർണിച്ച് പഴയത് അതൊക്കെ ബൈൻഡ് ചെയ്ത് നന്നാക്കി കൊടുക്കാൻ കൊണ്ടുവരും. ഒരു ദിവസം അദ്ദേഹം കൊണ്ടുവന്ന് ആയിരക്കണക്കിന് അയാളുടെ ഗ്രന്ഥങ്ങൾ ഞാൻ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയ 10-25 പേജുള്ള ഒരു ചെറിയ ലഘുലേഖ പോലത്തെ ഒന്ന് കൊണ്ടുവന്നു, അറബിയിലാണ്. അത് കിട്ടിയപ്പോൾ ഞാനൊന്നിങ്ങനെ നോക്കിയപ്പോൾ അതിലെ ഉള്ളടക്കം എന്നെ ആകർഷിച്ചു. ഞാൻ അവിടെ ഇരുന്ന് ഒരൊറ്റ ഇരിപ്പിലിരുന്ന് അത് മുഴുവൻ വായിച്ചു തീർത്തു. അതിൽ പ്രധാനമായും 2 വിഷയങ്ങളായിരുന്നു ആ ഗ്രന്ഥകർത്താവ് എഴുതിയിരുന്നത്. ലഘുലേഖ എഴുതിയ ആൾ 2 വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ സ്ഥാപിക്കാൻ കാരണമായ വഹാബീസം, ആ വഹാബീസത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ ആശയം സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം ആളുകളുടെ മുടി കളഞ്ഞിരുന്നു. ആളുകളുടെ മുടി കളഞ്ഞു. സീമാഹും തഹ്ലീഖ് എന്ന് ഒരു ഹദീസിൽ കാണുമല്ലോ. നമ്മളവിടെ തഖ്സീർ, തഹ്ലീഖ് എന്ന് പറഞ്ഞാൽ തഖ്സീർ ഒക്കെ വെട്ടിച്ചിരിക്കുന്ന പണിയാണ് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് സീമാഹും തഹ്ലീഖ് എന്ന് പറഞ്ഞാൽ തഹ്ലീഖ് മുടി കളയ തന്നെ, വരണ്ടി കളയ. അത് ആണിനും പെണ്ണിനും. അങ്ങനെ ആണിൻ്റെയും പെണ്ണിൻ്റെയും മുടി കളയണം, എന്നാലേ ആ പ്രസ്ഥാനത്തിൽ അംഗമാകാൻ പറ്റുകയുള്ളൂ എന്ന ഒരു നിയമം അന്നുണ്ടായിരുന്നു. അയാൾ പറയാണ്. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് അയാളോട് ചോദ്യം ചെയ്തു, പുരുഷന്മാർക്ക് അള്ളാഹു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് താടി, സ്ത്രീകൾക്ക് പകരം നൽകിയിരിക്കുന്നത് മുടിയാണ്. സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി കൊടുത്ത മുടി കളയണമെന്ന് കൽപ്പിക്കുന്ന നിങ്ങൾ പുരുഷന്മാർക്ക് ഭംഗിക്ക് വേണ്ടി കൊടുത്ത താടി വടിച്ചു കളയണമെന്ന് എന്താണ് കൽപ്പിക്കാത്തത് എന്ന് ഒരു പെണ്ണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ബുഹിത്ത, പെണ്ണിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടി എന്നാണ്. ഒരു കഥ അതാണ്. ലഘുലേഖയിലുള്ള ഒരു വിഷയം അതാണ്. മറ്റൊരു വിഷയം അതാണ് നമുക്കിവിടെ നമ്മുടെ വിഷയം. രണ്ടാമത്തെ കഥ അദ്ദേഹം അതിലെഴുതുന്നത് അവസാന കാലത്ത് ജൂതന്മാർ കൊല്ലപ്പെട്ടു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വിഷയത്തെക്കുറിച്ചാണ് ഇയാൾ ഈ പറയുന്നത്? ജൂതന്മാർ എവിടെയും ഒരധീനമില്ലാതെ ലോകത്ത് നാനാഭാഗങ്ങളിലും ചിന്നിച്ചെത്രി കടന്നിരുന്ന കാലത്താണ് അവർ പലസ്തീനിൽ വന്നിട്ട് അവർക്കൊരു അധീനമുണ്ടാക്കി, അവർക്കവിടെ സ്ഥലം കൊടുത്ത് അവർ ചേക്കേറി അങ്ങനെ ഒരുമിച്ച് കൂടി. അത് കണ്ടിട്ട് നിങ്ങളാരും ഭയപ്പെടണ്ട. അദ്ദേഹം പറയാണ്, ഇത് കണ്ടിട്ട് നിങ്ങളാരും ഭയപ്പെടണ്ട, ജൂതന്മാർ അവസാന കാലത്ത് കൊല്ലപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചിന്നിച്ചെതറി കിടക്കുകയാണെങ്കിൽ അവരെ കൊന്നൊടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർക്കൊരു രാഷ്ട്രമായി അത് ഏതെങ്കിലും വിധത്തിൽ അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു രാഷ്ട്രം അവരെ ബോംബിട്ട് നശിപ്പിക്കും. അന്ന് നമുക്ക് ആസ്വദിക്കാം എന്നാണ് അദ്ദേഹം എഴുതിയ രണ്ടാമത്തെ കഥ. ഇത് രണ്ടും വായിച്ച് തീർന്നിട്ടാണ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റത്. അപ്പോൾ
ഞാനിങ്ങനെ ഓർത്തു പോകുകയാണ്, ഇന്ന് നമുക്ക് സമാധാനിക്കാനുള്ളത് അത്തരം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, അങ്ങനെ ഒന്ന് കണ്ടല്ലോ, ഒരെഴുത്ത് അങ്ങനെ കണ്ടു, ഒരു വ്യക്തി എഴുതിയതാണ്, അങ്ങനെ കണ്ടുപോകും. അപ്പോൾ അവസാന കാലത്ത് ഏതായിരുന്നാലും മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരവസരം ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജൂതന്മാർ പേടിച്ച് കല്ലിൻ്റെയും മരത്തിൻ്റെയും ഒക്കെ മറവിൽ ഒളിച്ചു നിൽക്കും. ആ കല്ലും മരവും വിളിച്ചു പറയും ഇവിടെ ജൂതനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. അതാണ് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്.